Lionel Messi's final World Cup match, surely, and maybe his final game for his country. He'll be 35 the next time the World Cup comes around. It's the coming of age party. വർഷം 2018 ലോക ഫുട്ബോൾ പ്രേമികളെ ആവേശപ്പെടുത്തിക്കൊണ്ട് റഷ്യൻ മണ്ണിൽ നടന്ന വേൾഡ് കപ്പ് അർജന്റീനൻ ആരാധകർക്ക് ഓർക്കാൻ അത്ര സുന്ദര നിമിഷങ്ങളല്ലായിരുന്നു ആ വേൾഡ് കപ്പ് നൽകിയിരുന്നത്. അർജന്റീനൻ ആരാധകരെ തീർത്തും നിരാശപ്പെടുത്തിയ അർജന്റീനയുടെ ഏറ്റവും മോശം സീസൺ ആയിരുന്നു അത്. ആ വേൾഡ് കപ്പിലെ ജേതാക്കന്മാരായ ഫ്രാൻസിനോട് പ്രീ ക്വാർട്ടറിൽ 4-3 എന്ന സ്കോറിലായിരുന്നു അർജന്റീന തോറ്റുകൊണ്ട് പുറത്തായത്. അന്ന് മത്സരശേഷം കമന്റേറ്റർ പറയുകയുണ്ടായി, ഇത് ലയണൽ മെസ്സിയുടെ അവസാന വേൾഡ് കപ്പ് ആയിരിക്കും. അർജന്റീനയ്ക്ക് വേണ്ടി ലയണൽ മെസ്സി ബൂട്ട് കെട്ടുന്ന അവസാന മത്സരമായിരിക്കും ഒരുപക്ഷെ ഇത്. അടുത്ത വേൾഡ് കപ്പിൽ അയാൾക്ക് 35 വയസ്സാകും. ഒരിക്കൽ കൂടെ അയാൾ ബൂട്ട് കെട്ടി കളത്തിലേക്ക് ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. 4 വർഷങ്ങൾക്കപ്പുറം ഖത്തർ വേൾഡ് കപ്പിൽ ചരിത്രങ്ങൾ കുറിച്ചുകൊണ്ട് ലയണൽ മെസ്സിക്ക് കീഴിൽ അർജന്റീന ആ വേൾഡ് കപ്പ് നേടുന്നു. അയാൾ ലോക ജേതാവാകുന്നു. അർജന്റീനയ്ക്ക് വേണ്ടി 36 വർഷങ്ങൾക്ക് ശേഷം സ്വപ്നങ്ങൾ അണിഞ്ഞുകൊണ്ട് അയാൾ ആ കിരീടം നേടിക്കൊടുക്കുകയാണ്. ലയണൽ മെസ്സിക്ക് ഇനി നേടാനായി ഒന്നും തന്നെ ബാക്കിയില്ല. സ്വപ്നം കണ്ടതെല്ലാം അയാൾ തൻ്റെ ഉള്ളം കയ്യിൽ തൂകിയ ചരിത്രമേ ഉള്ളൂ. ഇന്ന് ലോകത്ത് എല്ലാം കൊണ്ടും അയാൾ പൂർണ്ണനാണ്. അയാൾ നേടേണ്ടതെല്ലാം അയാൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ 39-ാം വയസ്സിലേക്ക് കിടക്കുന്ന ലയണൽ മെസ്സി മറ്റൊരു വേൾഡ് കപ്പിന് വേണ്ടി ബൂട്ട് കെട്ടുമ്പോൾ അധികമൊന്നും ലയണൽ മെസ്സിയിൽ നിന്നും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം അയാൾ ഇപ്പോൾ ലോക ജേതാവാണ്. അയാൾ നേടേണ്ടതെല്ലാം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇനി വലുതായി ഒന്നും സ്വപ്നം കാണുന്നുമില്ല. അതുമാത്രമല്ല, വിമർശകരെല്ലാവരും അയാളെ വിമർശിച്ചിരുന്നു. 39 വയസ്സായിരിക്കുന്നു, ഇനി അയാൾക്കൊന്നും ചെയ്യാൻ ഫുട്ബോളിൽ കഴിയില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. എന്നാൽ എല്ലാവർക്കുമുള്ള മറുപടി 2026 വേൾഡ് കപ്പിൽ ലയണൽ മെസ്സി ഒരിക്കൽ കൂടെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. 2026 അമേരിക്കൻ വേൾഡ് കപ്പിൽ ആദ്യ മത്സരത്തിൽ തന്നെ ഹാട്രിക് നേടിക്കൊണ്ട് അയാൾ തൻ്റെ രാജകീയമായ വരവറിയിച്ചതാണ്. അടുത്ത മത്സരം ഓസ്ട്രിയയുമായി ആയിരുന്നു. ആദ്യ മത്സരത്തിൽ ഹാട്രിക് അടിച്ചിരുന്നു. ഇനി ഗോളുകളൊന്നും ലയണൽ മെസ്സിയുടെ ഭാഗത്തു നിന്നൊന്നും പ്രതീക്ഷിച്ചതുമല്ല. എങ്കിലും ഒരു ചരിത്രം കുറിക്കാൻ ലയണൽ മെസ്സിയുടെ ഒരു ഗോൾ അനിവാര്യം തന്നെയായിരുന്നു. വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരങ്ങളുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ ജർമ്മൻ താരമായ ക്ലോസയ്ക്ക് കൂടെ ലയണൽ മെസ്സിയും ഒരുമിച്ചായിരുന്നു. ഒരു ഗോൾ കൂടെ നേടുകയാണെങ്കിൽ ചരിത്രത്തിൽ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമായി ലയണൽ മെസ്സി മാറും. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ അർജന്റീനൻ ആരാധകരെ ആവേശപ്പെടുത്തിക്കൊണ്ട് ലാത്തോറോ മാർട്ടിനസിന്റെ മികച്ചൊരു മുന്നേറ്റം. എന്നാൽ അത് അവസാനിക്കുന്നതാണെങ്കിൽ ഒരു പെനാൾട്ടിയിലാണ്. ബോളുമായി പോസ്റ്റിലേക്ക് കുതിച്ച ലാത്തോറോ മാർട്ടിനസിനെ ഓസ്ട്രിയൻ ഡിഫൻഡർമാർ ഫൗൾ ചെയ്തിടുന്നു. അർജന്റീനക്ക് അനുകൂലമായ ഒരു പെനാൾട്ടി ലഭിക്കുകയാണ്. കിക്കെടുക്കുന്നത് അവരുടെ മിഷിയ തന്നെയാണ്. വേൾഡ് കപ്പിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയെന്ന ചരിത്രം കുറിക്കാനായി അയാൾ ആ കിക്കെടുക്കാൻ വരുന്നു. എന്നാൽ അയാൾ കിപ്പിയേക്കുകയാണ്. അർജന്റീനൻ ആരാധകരെ നിരാശപ്പെടുത്തുന്ന ഒരു നിമിഷമായിരുന്നു നമ്മളവിടെ കണ്ടത്. ലയണൽ മെസ്സി എടുത്ത കിക്ക് പോസ്റ്റിന് വെളിയിലേക്ക് പോകുന്നു. നിമിഷങ്ങൾ കൊണ്ട് മെസ്സിക്ക് അത്രയേറെ വിമർശനങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നു. മെസ്സി വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിൽ ഒരു മത്സരത്തിൽ പെനാൾട്ടി പുറത്തേക്ക് അടിച്ചിരിക്കുന്നു. ആദ്യ മത്സരത്തിലെ ഹാട്രിക് പോലും മറന്നുകൊണ്ട് മെസ്സിയെ വിമർശിച്ചു കൊണ്ടേയിരുന്നു. പിന്നെ അറിയാലോ, ഇത് ലയണൽ മെസ്സിയാണ്. നിങ്ങൾക്ക് പ്രവചിക്കാൻ പോലും കഴിയാത്ത അത്ഭുതങ്ങളെ ഫുട്ബോൾ ലോകത്ത് കാഴ്ചവെക്കാൻ കഴിയുന്ന മിശിഹ. മത്സരത്തിന്റെ 38-ാം മിനിറ്റിൽ അർജന്റീനൻ താരത്തിൽ നിന്നും ലയണൽ മെസ്സിയെ തേടിക്കൊണ്ടൊരു ബോൾ വരുന്നു. അവിടെ നിന്നും മികച്ചൊരു ഷോട്ട് ഫുട്ബോൾ ആരാധകരെ ഒന്നടക്കം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടെ ആ കുറിയ മനുഷ്യൻ പ്രഹരിച്ചിരിക്കുന്നു. അയാൾ താൻ ആരാണെന്ന് ലോക ഫുട്ബോളിനോട് ഒരിക്കൽ കൂടെ വീണ്ടും തെളിയിക്കുന്ന മുഹൂർത്തമാണ് നാം കാണുന്നത്. വീണ്ടും ലയണൽ മെസ്സി ഗോൾ നേടിയിരിക്കുകയാണ്. പെനാൾട്ടി പുറത്തേക്കടിച്ചപ്പോൾ അയാളെ വിമർശിച്ചവർക്കും അയാൾക്ക് നേരെ കളിയാക്കിയവർക്കും അതിൽ സന്തോഷിച്ചവർക്കും ആയുസ് വെറും 30 മിനിറ്റ് മാത്രമായിരുന്നു. 8-ാം മിനിറ്റിൽ മിസ്സായ പെനാൾട്ടിക്ക് പകരം 38-ാം മിനിറ്റിൽ അയാൾ തിരിച്ചടിച്ചിരിക്കുന്നു. അതുകൊണ്ടൊന്നും ലയണൽ മെസ്സി തന്റെ പ്രഹരം നിർത്തുന്നില്ല. മത്സരത്തിന്റെ 90 മിനിറ്റുകളും കഴിഞ്ഞ് മത്സരം അതിന്റെ ഇഞ്ചുറി ടൈമിലേക്ക് കടക്കുന്നു. അർജന്റീനയുടെ മികച്ചൊരു മുന്നേറ്റം. ലയണൽ മെസ്സി ബോളുമായി വരുന്നു. ഗോൾ കീപ്പർ അടക്കം ഓസ്ട്രിയയുടെ 5 താരങ്ങളായിരുന്നു പോസ്റ്റിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 5 താരങ്ങൾക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ലയണൽ മെസ്സി അത് ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു. അയാൾ ഫുട്ബോളിൽ ഒരിക്കൽ കൂടെ ചരിത്രം തീർക്കുകയാണ്.
എന്താണ് ഇനി ലയണൽ മെസ്സിയെ കുറിച്ച് പറയേണ്ടത്? അയാൾ ഇന്ന് ഫുട്ബോളിന്റെ ആധിപത്യം തന്റെ ഉള്ളം കയ്യിൽ ഒതുക്കുകയാണ്. തന്റെ ഇടം കാലം കൊണ്ട് അയാൾ ഫുട്ബോൾ ചരിത്രം തീർത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇനി അയാൾക്ക് മുകളിൽ മറ്റൊന്നുമില്ല. തന്റെ 39-ാം വയസ്സിലേക്ക് അയാൾ കടക്കുമ്പോഴും ഇന്നും എതിരാളികൾ അയാളെ ഇത്രയേറെ ഭയക്കുകയാണ്. അർജന്റീന ഈ വേൾഡ് കപ്പിൽ 5 ഗോളുകൾ നേടി. ആ 5 ഗോളും അർജന്റീനയ്ക്ക് വേണ്ടി നേടിയത് ലയണൽ മെസ്സി തന്നെയാണ്. ഇയാൾ ഇതെന്തൊരു മനുഷ്യനാണ്. അതെ, 2022 വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും വിമർശകർ പറഞ്ഞത് ഒന്ന് മാത്രമായിരുന്നു. അതെ, ലയണൽ മെസ്സി എല്ലാ ഗോളുകളും പെനാൾട്ടിയിലാണ് അടിച്ചു കൂട്ടിയത് എന്ന്. എന്നാൽ ആ വിമർശകർ ഇനി എന്തു പറയും? അതെ, അവർക്ക് പോലും ഇനി ഒന്നും പറയാനില്ല. അയാൾ ഒരു ഇതിഹാസമാണ്. കാലം എത്ര കടന്നുപോയാലും ഇനി ഇങ്ങനെ ഒരു താരത്തെ ലോക ഫുട്ബോളിൽ ഒരിക്കലും ലഭിക്കില്ല. അയാൾക്ക് പകരക്കാരൻ എന്ന പേരിൽ ഇനി ആരെയും പുകഴ്ത്തേണ്ട ആവശ്യമില്ല. അയാൾക്ക് പകരം അയാൾ മാത്രമാണ്.